എന്റെ ഇൻസ്പിറേഷൻ ഞാൻ തന്നെയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പലരും മടിക്കാറുണ്ടല്ലേ? ഇങ്ങനൊന്നും അല്ല ജീവിക്കേണ്ടത്, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, എന്റെ മക്കൾ പോലും എന്നെ പോലെ ആവരുത്, എന്നെ കണ്ട് പഠിക്കരുത് എന്നൊക്കെ കരുതുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും, എസ്പെഷ്യലി ലേഡീസ്. നമ്മളിൽ നമുക്ക് തന്നെ തൃപ്തി ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ? ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഇഷ്ടക്കുറവും തൃപ്തിയില്ലായ്മയും കുറ്റബോധവും ഒക്കെയാണ് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. പഠിച്ചാലും ഇല്ലെങ്കിലും, ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും, കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തടിച്ചാലും മെലിഞ്ഞാലും എല്ലാം ചുറ്റുമുള്ള ലോകം നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് ശരിക്കും ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ലേഡീസ് ആണ് ഇതൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിലും കുത്തി നോവിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്നത് മറ്റൊരു സ്ത്രീ ആയിരിക്കും. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കും ശ്രുതിയെ, അല്ലേ? പറഞ്ഞു പോയതാണ് കേട്ടോ എന്റെ എക്സ്പീരിയൻസ് വെച്ച്. ഇത് അനുഭവിക്കുന്ന നമുക്കെങ്കിലും അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, എന്നെ ഞാൻ സ്നേഹിക്കുന്ന അത്രയും മനസ്സിലാക്കുന്ന അത്രയും മറ്റൊരാൾക്കും പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ ആവണം എന്റെ ഇൻസ്പിറേഷനും. അതിന് കൂടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ? പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റത്തിനായിട്ട് ആരും വെയിറ്റ് ഒന്നും ചെയ്യണ്ട. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വാല്യൂ ഇല്ലേ, അത് മാത്രം മതി. ബാക്കിയെല്ലാം അതിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരു പ്രത്യേക ദിവസം ഒന്നും അതിനായിട്ട് വേണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഡേ ഉണ്ടാകുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് സ്വയം ഒന്ന് പോളിഷ് ചെയ്ത് സ്ട്രോങ് ആയിട്ടിരിക്കാലോ. ഹാപ്പി വിമൻസ് ഡേ.